സ്നേഹ, നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം കമന്റ്, വീഡിയോനടിയിൽ വരുന്ന കമന്റ്. എനിക്കൊന്ന് വയ്യാത്ത താല്പര്യമില്ല തന്നെ താല്പര്യം ഇറങ്ങി പോന്ന അല്ലാതെ. അപ്പോ സുജിത് ഭക്തന്റെയും വൈഫിന്റെയും ലാസ്റ്റത്തെ ഒരു വീഡിയോ ആണ്. വി ഡിസൈഡഡ് ടു ഫൈറ്റ് ബാക്ക് അഗെയിൻസ്റ്റ് സൈബർ ബുള്ളിങ്. അതൊരു പെർട്ടിക്കുലർ വ്യക്തി, ആണ് പെണ്ണെന്നല്ല, ഒരു പെർട്ടിക്കുലർ വ്യക്തി വർഷങ്ങളായിട്ട്, അത് വർഷങ്ങൾ ഈ ആരോഗ്യം 7-8 കൊല്ലമായിട്ട് നിരന്തരം ഇവരുടെ വീഡിയോസിന്റെ, രണ്ടുപേരുടെ വീഡിയോസിന്റെ അടിയിൽ പോയിട്ട് കമന്റ് ചെയ്യാം. ഇവരുടെ മാത്രമല്ല, നമ്മളെ FRK ഇല്ലേ, FRKനെയും വൈഫിനെയും വിടാതെ പിടിച്ച് കമന്റ് ചെയ്യാം. പ്രത്യേക ആൾക്കാരെ മാത്രം, അതായത് ഫാമിലി വ്ളോഗ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഭാര്യ ഭർത്താവായിട്ടുള്ള ആളുകളെ തെരഞ്ഞു പിടിച്ച് തെറ്റിക്കുന്നല്ല, വൃത്തികേട് വിളിച്ചു പറയുക. വൃത്തികേട് എന്ന് പറഞ്ഞാൽ അട്ടർ വൃത്തികേട്. എന്നിട്ട് ഇത് കമന്റ് സെക്ഷനിൽ തീരുന്നില്ല. ഇതെന്താ അറിയാം, ഇവര് ട്രാവൽ ചെയ്ത്, ഇപ്പൊ നമ്മൾ റിസോർട്ടിൽ പോയി ചോദിച്ചു, ആ റിസോർട്ടിൽ പോയ ആ റിസോർട്ടിന്റെ ആൾക്കാരുടെ മെയിൽ ഐ ഡി എടുത്ത് അതിക്ക് മെസ്സേജ് അയക്കും. അങ്ങനത്തെ ഒരു എന്താ പറയാ സൈക്കോ. എന്താണെങ്കിലും ഇവര് വീഡിയോ ഇട്ടു. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എടി മെയിൽ ഐ ഡി എടുത്ത് മെയിൽ CC വെച്ച് അയക്കാന്ന്, ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, അതൊക്കെ അയക്കുക. ഇവര് പറയുന്നത് കേട്ടോട്ടാ. കല്യാണം കഴിച്ച് വീഡിയോ ചെയ്യുന്ന ബ്ലോഗർമാരുടെ ഭാര്യമാരെയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൊറേയൊക്കെ ഉണ്ട്. ഞാൻ കൊറേ പേരുടെ ഇങ്ങനെ, കുറേ പേര് ആദ്യമൊക്കെ നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ ഇങ്ങനെ ബോഡി ഷെയിം ചെയ്യുന്നത് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. സോ അവരൊക്കെ കൂടുതലും, അതായത് ഇപ്പോൾ ഞാൻ പുള്ളിക്കാരൻ്റെ ഭാര്യയാണ്, അതേപോലെ വേറൊരു ആളുടെ ഭാര്യനെയോ ഭർത്താവിനെയോ അങ്ങനെ ഫേസ് ചെയ്യുന്ന കുറേ പേരുണ്ട്. അതൊക്കെ എനിക്ക് കണ്ടിട്ട് മനസ്സിലാവാൻ തോന്നിയത്, ദേ ആർ സോഫ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ട് അവർ ടാർഗറ്റ് ചെയ്യുന്ന പോലെ ഒരു ഫീൽ എനിക്ക് ചെയ്തിട്ടുണ്ട് ഒരിടയ്ക്ക്. ബിക്കോസ് കുറേ പേര് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതിനോട് എത്ര പേര് യോജിക്കുന്നു എനിക്കറിയത്തില്ല, പക്ഷെ ഒരിടയ്ക്ക് ഞാൻ അത് കേട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. അപ്പൊ അത് എന്റെ ഒരു അനലൈസിങ് ആണ്. പക്ഷെ ടു ആൻ എക്സ്റ്റെന്റ് ദർ ആർ എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ഹാവ് കം ഫോർവേഡ്. കുറെ പേര് വന്നിട്ടുള്ള. എങ്ങനെ എനിക്കത് തോന്നുന്നുണ്ടോ? അതായത് ഈ ഫാമിലി വ്ളോഗ് അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇരിക്കുമ്പോഴാണ് കൂടുതലായിട്ട് വന്നിട്ട് ഇങ്ങനത്തെ വേണ്ടാത്തരം വിളിച്ചിട്ട് പറഞ്ഞു പോക്ക് എന്നുള്ളത്. അതായത് ഇപ്പൊ ഇന്ന ട്രിഗർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്കാരോ വലിയതൊന്നും ഇല്ല പറഞ്ഞത്. സ്നേഹ പറയാ ഒന്നും ബാക്കിയില്ല, സ്നേഹക്ക് അത്രയും കേട്ടിട്ടുണ്ട്. അതൊന്നും ആരും മൈൻഡ്, ഞാൻ എന്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ പറഞ്ഞ എന്റെ കാര്യമില്ല, ഞാൻ അത് മൈൻഡ് അടിക്കാറില്ല. പക്ഷെ അവരുടെ എന്താ പറയാ, അവരൊക്കെ ഞാൻ എന്റെ കണക്കിലേ കൂട്ടാത്ത ആൾക്കാരാണ്. ആദ്യം പറഞ്ഞത് ഏതാണ്ട് കണക്ക് എനിക്ക് കണക്കുണ്ട്, ആ കണക്കിലേ കൂട്ടാത്ത ആൾക്കാരാണ്. ഓക്കെ, അങ്ങനെ അപ്പൊ ഇപ്പൊ ശ്വേത പറഞ്ഞത് അല്ലേ കറക്റ്റ് കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അത് അങ്ങനെയാണ്. ഇപ്പൊ സുജിത് ഭക്തനെ ട്രിഗർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈഫിനെ പറയാം, ഇനി വൈഫിന് ട്രിഗർ ആവണമെന്നുണ്ടെങ്കിൽ അവരെയും പറയാം, വേറെ ആരെങ്കിലും കുറിച്ച് അവരെ കുറിച്ച് തന്നെ വേറെ ആൾക്കാരെ വെച്ചിട്ട് മോശം പറയാം. ഇതൊരു സാധനം ഉണ്ട്, എക്സിസ്റ്റിംഗ് ആണ്. ചില വ്യക്തികൾ അതിൽ ഭയങ്കര ആഹ്ലാദം, സന്തോഷം കണ്ടെത്തുന്ന ടീമാണ്. അതാണ് അങ്ങനത്തെ ടീംസ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയോ? ഞാനൊരു ഇമാജിനേഷൻ എടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ ടീമൊക്കെ എങ്ങനെയാന്നുള്ളത്. ലൈഫ് തോലഞ്ഞ് കുത്തുവാളെടുത്ത് ഒന്നും ചെയ്യാൻ പറ്റാതെ ലൈഫിൽ എന്താ എങ്ങനെയൊന്നും ഒരു പിടുത്തല്ല. ഇത് ബാക്കിയുള്ള കാര്യത്തിൽ ഇടപെടലല്ല. ഒരാളുടെ കാര്യത്തിലോ ഒരു വിഷയത്തിലോ ഇടപെടുന്നത് അതൊരു വേറെ കാര്യമാണ്. ഓക്കെ, അതൊരിക്കലും ഈ ഇവന്മാരെ കേസിൽ പറയരുത്. ഇതൊരു വ്യക്തി, ഞാൻ പറയുന്നത് ഇവനോ ഇവളോ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഇതിൽ ബോഡി ഷെയിം ചെയ്യുക, അല്ലെങ്കിൽ ആ വ്യക്തിയെ കുറിച്ചിട്ട് ഇല്ലാത്തത് പറയുക. അതായത് അവർക്ക് കൊള്ളുന്ന മനസ്സിലാക്കിയിട്ട് കൊള്ളിക്കാൻ വേണ്ടി 10 തെറി പറഞ്ഞ ചിലപ്പോ കൊള്ളില്ല. അതെ അതെ. അതിനു പകരം അവരെ പേര് വെച്ച് വേറൊരാളെ പേര് വെച്ച് അപരാധം പറഞ്ഞ അത് കൊള്ളില്ലേ? അതാണ് വിഷയം. പരദൂഷണമല്ല, പരദൂഷണം ഈസ് ഡിഫറെന്റ്. അതിപ്പോ നമ്മള് പറയുന്നവര് അതല്ല, വേറെ ആളെ കുറിച്ചിട്ടും ഇപ്പൊ ഒരു പെണ്ണാണെങ്കിൽ പെണ്ണിന്റെ ആണെങ്കിൽ ചേർത്തിട്ട് ഉണ്ടാക്കുക, അപ്പൊ അത് മറ്റവർക്ക് ഡൗട്ട് അടിപ്പിക്കുക, അത് കമന്റ് അതാണ് പരിപാടി. അങ്ങനെ ചെയ്യുന്നവരാടെ അല്ലെ മെജോറിറ്റി ആൾക്കാരുള്ളത്. ഇപ്പൊ എന്റെ ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനത്തെ ഡ്രസ് ഇട്ട് നടക്കുന്നത്. ശ്വേത കഴിഞ്ഞ ദിവസം ഇച്ചിരി മുട്ടറ്റം വരെയുള്ള ഫ്രോക്ക് ഇട്ടോണ്ട് നടന്നെന്നും പറഞ്ഞിട്ട് എന്തായിരുന്നു, ഇറക്കം കുറഞ്ഞു പോയെന്നും. അത് എനിക്ക് കുഴപ്പമില്ല, എന്റെ ഭർത്താവിന് കുഴപ്പമില്ല, പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഓക്കെ, അല്ല നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? എനിക്ക് പ്രശ്നമില്ല.
അത് നിന്നെ ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ നിക്കറിട്ട് നടന്നപ്പോ എന്തായിരുന്നു ഓർമ്മയുണ്ടോ? നിക്കറിട്ടിട്ട് നടക്കുന്നു, നിക്കറിട്ടിട്ട് അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, നിനക്ക് മാന്യമായ വസ്ത്രം ധരിച്ചൂടെ എന്നൊക്കെ പറഞ്ഞു. ഈ മുണ്ട് എടുത്തിട്ട് മടക്കി കുത്തി എല്ലാം കാണിച്ച് നടക്കാം. ഒരു പ്രശ്നമില്ല. ഷോർട്സ് ഇഷ്ടമാണ്. അതെ, എന്ത് കംഫർട്ടബിൾ ആണ് നോക്കണ്ടേ അതോ കണ്ണുകൊണ്ട് കാണുന്ന ആളുടെ ആണോ ഇഷ്ടം നോക്കണ്ടേ? പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ നമ്മളൊരു കാര്യം പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്കിനും എനിക്ക് പണ്ട് പല സമയത്ത് തോന്നിയിട്ടുള്ളതാണ്. ഞാൻ പണ്ട് പല പ്രോഗ്രാമുകളിലും ആ പ്രോഗ്രാമുകൾക്ക് സ്യൂട്ടബിൾ അല്ലാത്ത വസ്ത്രങ്ങളൊക്കെ ഇട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പണ്ടൊക്കെ. പക്ഷെ അതിപ്പോ ഞാൻ ചേഞ്ച് ചെയ്തു. ഞാനിപ്പം ഇപ്പൊ പോകേണ്ട സ്ഥലത്ത് പോകേണ്ട രീതിയിലൊക്കെ തന്നെ വസ്ത്രം ധരിച്ചിട്ടാണ് പോകാൻ ശ്രമിക്കാറ്. അതൊക്കെ കറക്ഷൻസ് ഓക്കെ. പക്ഷെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഷോർട്സ് ഇട്ടു, ഇല്ലെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രം ഇട്ടു എന്നൊക്കെ പറയുന്നത് that is also a part of ഒരു ഡ്രസ്സിങ്ങിന്റെ കാര്യം. ഇതിൽ എനിക്ക് ഭയങ്കര കോമൺ ആയിട്ട് തോന്നിയൊരു കാര്യം ഭക്തം പറഞ്ഞത് ട്രൗസറാണ്. ഞാൻ പണ്ട് മുതലേ ഞാൻ ട്രൗസറൊക്കെ ഇട്ട് കല്യാണത്തിനൊക്കെ പോകുന്നൊരു മനുഷ്യനാണ്. എനിക്കറിയാം, ഞാൻ അങ്ങനെ പോയിട്ടുമുണ്ട്. ഇപ്പോഴും ഞാൻ പല സാഹചര്യങ്ങളും പല സ്ഥലങ്ങളിലും ട്രൗസറാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറ്. പക്ഷെ ഇപ്പൊ ഒരു പരിധി വരെ ആളുകൾ അതിനോട് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനൊരു ട്രാവൽ വ്ളോഗറോ ലൈഫ് സ്റ്റൈൽ വ്ളോഗറോ അല്ലാത്തത് കൊണ്ട് എൻ്റെ ഡ്രസ്സോ കാര്യങ്ങളോ നിങ്ങൾ കാണുന്നു അറിയുന്നൊന്നുമില്ല. ഏതെങ്കിലും ഇവന്റിന് മുമ്പ് ബാക്കി ചാനലിൽ വരുന്ന കുറച്ച് വീഡിയോസിൽ മാത്രമേ എൻ്റെ ഡ്രസ്സിങ് സെൻസ് എന്താണെന്നുള്ളത് ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. അല്ലാത്ത പക്ഷം ഇതിനെക്കുറിച്ച് കംപ്ലൈന്റ് ചെയ്യുന്ന സൊസൈറ്റി തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ ഡ്രസ്സിനെ കുറിച്ച്. അതിന്റെ ആ പറയുമ്പോൾ വേറെ കാര്യം പറയുന്നുണ്ട്. ഇതേപോലെ ഇപ്പോൾ ഈ ട്രൗസറിന്റെ കേസ് പറഞ്ഞോണ്ട് പറയാം കേട്ടോ, അതിട്ടിട്ട് നടക്കണ കുറെ ആൾക്കാരെ താഴെ ചെന്നിട്ട് സൂപ്പർ അടിപൊളി, എന്ത് രസമാണ്, ക്യൂട്ടാണ്, സെക്സിയാണ്, ഹോട്ടാണെന്ന് പറഞ്ഞ അടിയിലുള്ള കമന്റിൽ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന കുറെ പേജുകളും കുറെ യൂട്യൂബിലുണ്ട്, എല്ലാവർക്കും അറിയാലോ, എല്ലാം ഉണ്ടാവും അത്. അതുകൊണ്ട് എനിക്കത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഡ്രസ്സിനെ കുറിച്ച് എനിക്കറിയില്ല. കാരണം ഇതേ ടീമിന്റെ പറഞ്ഞോണ്ട് ഡ്രസ്സിങ്ങിന്റെ കാര്യം സോഷ്യൽ മീഡിയയിലാണെങ്കിലും പുറത്താണെങ്കിലും ഇപ്പോഴും ഇതിനൊക്കെ ഒരു എതിരഭിപ്രായം പറയുന്ന ഒരു മെജോറിറ്റി ഉണ്ട്. അപ്പൊ എന്നെ തന്നെ അവസ്ഥ ആലോചിക്കുക, കണക്ക് പടിഞ്ഞാറ്റ് കുറയിൽ ഒരു എന്താ പറയാ ട്രൗസർ ഇട്ട് ഇറങ്ങിയാൽ ഒരു പരിധി. ഞാൻ ഞാൻ ചെയ്യില്ലല്ലോ. ടൂർ പോകുമ്പോഴേക്ക് ഞങ്ങൾ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഉള്ളു കൂടുതൽ. പണ്ട് ജീൻസ് വരെ ഇട്ട് കിടന്നിട്ടില്ല നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. അത് ഇപ്പൊ കുറെ കാലം മാറി. ബാബു ബോയ്സ് പണ്ട് ഞങ്ങൾ ഇങ്ങനെ വള്ളി തൂങ്ങി നടക്കേണ്ട സമയത്ത് ഒരാള് വള്ളി തൂങ്ങിട്ട് നടക്കണില്ല. അതിലൊരാൾ ഞാനായിരുന്നു. ഞാനിങ്ങനെ ഫസ്റ്റ് സ്നേഹന്റെ വീട്ടിൽ പോയ സമയത്ത് അമ്പും മില്ലും കൊണ്ട് കുറെ ആൾക്കാർ പിന്നാലെ ഓടി വണ്ടിയൊക്കെ കണ്ടപ്പോ ഇതെന്താ ഒരു ജീവിതം അല്ല, വണ്ടി വന്നപ്പോ ഏതൊരു ജീവി എന്നിട്ട് ആൾക്കാർ നോക്കിക്കഴിഞ്ഞു. പിന്നെ ആ വണ്ടി ഇറങ്ങി വന്നപ്പോ കണ്ടപ്പോഴും ഈ ഇത് ഏതാ വേറൊരു ജീവി, മറ്റേ പുരാതന കാലത്തെ ജീവിനെ പോലെ കണ്ടിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഋഷ്യശൃംഗൻ അതന്നെ. ഇത് ഞങ്ങൾ തമ്മിലുള്ള അടിയായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞാൽ ഇതിനേക്കാളും മോശപ്പെട്ട രീതിയിൽ ഫോട്ടോസ് ഇടുന്നതും വീഡിയോ ഇടുന്ന കുറെ ആൾക്കാരുണ്ട്. നമുക്ക് അറിയുന്ന ആൾക്കാർ തന്നെ കുറെ ചുറ്റുവട്ടത്തുണ്ടാവും. പക്ഷെ അതൊന്നും അപ്പോഴൊക്കെ സൂപ്പർ അടിപൊളി അല്ല. ഞാൻ പറഞ്ഞ അങ്ങനെ ഇപ്പൊ പറയുന്നതിന് പറഞ്ഞതാണ്, നിക്കർ ഇട്ടും ട്രൗസർ ഇട്ടും എന്ന് പറഞ്ഞത്. അങ്ങനെ എന്റെ കാഴ്ചപ്പാടിൽ മോശം ദിവസം ഞാൻ പറഞ്ഞിട്ടില്ല. ഇങ്ങനെക്കാളും കാഴ്ചപ്പാടിൽ അങ്ങനെ മോശം നല്ലതൊന്നുമില്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞ പൊതുവെയുള്ള ഇതിൽ ഒക്കേഷൻ അനുസരിച്ചിട്ട് ഡ്രസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ഒക്കേഷൻ ഈ ഡ്രസ്സ് വേണ്ടിയിരുന്നില്ല അങ്ങനെ തോന്നാറുണ്ട്. അല്ലാതെ അതൊരു മോശമാണ് അല്ലെങ്കിൽ വൾഗറാണ് ആ ആസ്പെക്ട് ഒന്നും എനിക്കിതുവരെയായിട്ട് അങ്ങനെ പേഴ്സണലി തോന്നിയിട്ടൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ശരിക്കും ഉണ്ടല്ലോ, ഈ ആളെ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അയാളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുപോയിട്ട് നിയമത്തിന്റെ വഴിയിൽ പ്രത്യേകിച്ച് വലിയ ശിക്ഷയൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തൊന്നുമില്ല. പക്ഷെ ആളെ പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് ആരാണ്, അവൻ എവിടാണെന്നുണ്ടെങ്കിലും അവന്റെ വീട്ടിൽ പോയി ഞാൻ ശ്വേതയും കൂടെ അവനെ തല്ലും. ഞാൻ തല്ലും, നീ വന്നില്ല ഞാൻ തല്ലും. എന്നിട്ട് തല്ലിയിട്ട് അവൻ എനിക്കെതിരെ കേസ് കൊടുക്കും. എന്നിട്ട് ഞാൻ പോയി ജയിലിൽ കിടക്കും. അതാണ് അവൻ അങ്ങനെ പറ്റും. അതാണ് ഇപ്പൊ നമ്മളെ വൃത്തികേട് പറഞ്ഞ് ഉപദ്രവിക്കുന്ന ഒരാളെ നമുക്ക് പണിഷ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ പോയി അവനെ തല്ലിയിട്ട് എനിക്ക് അവനെ തല്ലണം, എനിക്ക് അവനെ തല്ലി, ഞാൻ അവന്റെ മുഖത്ത് നോക്കി തല്ലി, ഞാൻ മുഖത്ത് തന്നെ അടിക്കും. ഞാൻ അടിച്ചല്ല, അവൻ അന്ന് ഇന്ന് നേരത്തൊന്നും ഇല്ലായിരിക്കും, അവനെ എങ്ങനെയും ഞാൻ തല്ലും, ഉപദ്രവിക്കും, ഫിസിക്കൽ ഹാം ചെയ്യും. എന്നിട്ട് അവൻ എനിക്കെതിരെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്ത് ഞാൻ പോയി അകത്ത് കിടക്കും. അത് മതി. അതെന്റെ നിയമ സംവിധാനത്തോടുള്ള ഒരു എന്താ പറയാ പ്രതിഷേധം എന്ന് വേണമെങ്കിൽ പറയാം. അതിപ്പോ നമ്മളൊക്കെ തല്ലല്ലേ, നമ്മളൊക്കെ ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ. നമ്മള് വികാരമുള്ള ആൾക്കാർ തന്നെയാണ് അങ്ങനെ ചെയ്യാനുള്ള. പക്ഷെ കമന്റ് ബോക്സിൽ വന്നിട്ട് ചെറ്റത്തരം പറഞ്ഞു കഴിഞ്ഞാ, നേരിട്ട് വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാ കിട്ടും. നമ്മുടെ കമന്റ് ബോക്സിലല്ല, വേറെ ഉള്ള ആൾക്കാരെ കമന്റ് ബോക്സിൽ എന്നിട്ട് നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞ ആൾക്കാരുണ്ട്. നേരിട്ട് ഇവരാരും പറയും, മെയിൻ കാര്യം. നേരിട്ടൊക്കെ
വളരെ കുറവായിരിക്കും അല്ലേ? ഇതുവരെ എനിക്ക് അങ്ങനെ നേരിട്ടൊരു ഇൻസിഡന്റ് അങ്ങനെ പറഞ്ഞു നേരിട്ടില്ലെങ്കിലും മറ്റേ ഇത് സോഷ്യൽ മീഡിയ വഴി നമുക്ക് ഈ കുറച്ച് കാലങ്ങളോട് മനസ്സിലായ കാര്യങ്ങളാണ്. അപ്പൊ പിന്നെ ഇത് അതെ. പക്ഷെ ഈ ഒരു വികാരം സുജിത് ഭക്തൻ പറഞ്ഞത് തെറ്റിപ്പോയി, നിയമത്തിനെ വെല്ലുവിളിക്കാൻ പാടും അങ്ങനെയൊക്കെ ചോദിക്കുന്ന പലരും കാണും. അവരോടാണ് പറയാനുള്ളത്, നമ്മളെ കുറിച്ച് അപവാദം പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് അപരാധം പറഞ്ഞു നടക്കുന്ന ഒരുത്തനെ നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിയമത്തിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പണ്ടത്തെ പോലെ എന്താ ഗോതമ്പുണ്ടിയും പരിപാടിയൊന്നും അല്ലല്ലോ. ബിരിയാണി, ചിക്കൻ ലെഗ് പീസും പൊറാട്ട സ്വാതന്ത്ര്യമല്ലേ ബാക്കിയല്ലാണ്ട്. അല്ല, ആറാട്ടെണ്ണം പറഞ്ഞ മാതിരി മഴക്കാലാണ് വരാൻ പോണത്. അതുകൊണ്ട് ഈ കുറെ ആൾക്കാർക്ക് ജയിലിൽ പോയി കിടന്നാൽ ഭയങ്കര സുഖമാണ്. ഇവിടെ മഴക്കാലത്ത് പ്രശ്നമാണല്ലോ. അതേ സെൻസിലാണ് ഇപ്പൊ പലർക്കും സുഖമാണ് മാതിരി. ആറാട്ടന്റെ ജയിൽ റിവ്യൂ കണ്ടപ്പോ നാട്ടിൽ സെറ്റാണ് ഇപ്പൊ ജയിലിൽ പോകാൻ വേണ്ടിട്ട് തോന്നുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയില് നമ്മളെ ദേഷ്യം തീർക്കാൻ നമുക്ക് വേറെ വഴിയില്ലെങ്കിൽ പിന്നെ അതിനെ ഉള്ളൂ. അതിപ്പോ അതെന്താ അവരുടെ ആ ഒരു ഉള്ളിലെ പ്രതിഷേധമാണ് മനസ്സിലാവണം. കാരണം അവർക്ക് ഒന്നും ചെയ്യാം, അതിപ്പോ ഈ നിയമ സംവിധാനത്തിൽ ഒന്നും ചെയ്യാൻ പറ്റണില്ല, നമ്മളായിട്ട് ഒന്നും ചെയ്യാൻ കിട്ടണില്ല എന്നുള്ള ഒരു ഉള്ളത്തെ സാധനം ഉണ്ടല്ലോ, ആ ഫ്രസ്ട്രേഷൻ ആണ് ശരിക്കും പറഞ്ഞത്. അത് എല്ലാവർക്കും ഉണ്ടാവും. കാരണം അത്രയധികം മാനസികമായിട്ട് നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എനിക്ക് നമ്മളെ 100% അറിയാവുന്ന ഒരാളാണ്. സർവേലൻസ് നമ്മുടെ കേരള പോലീസിന് കുറച്ചെങ്കിലും കഴിവുണ്ടെങ്കിൽ ആ ആൾ ഉടനെ തന്നെ പിടിച്ചിരിക്കും എന്നുള്ളതാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്വേത 2 മാസമായി സൈബർ പോലീസിൽ പരാതി നൽകിയിട്ട് 2 മാസമായിട്ട് കാര്യമായിട്ടുള്ള നീക്കുപോക്കുകളും പരിപാടികളൊന്നും നടക്കുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ സ്ലോലി അത് വീണ്ടും, കാരണം അത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരികയാണ്. ഞങ്ങളിപ്പോ കമന്റ്സ് ഒന്നും ഡിലീറ്റ് ചെയ്യാറില്ല. എന്റെ ചാനലിലും പല വീഡിയോകളിലും പുള്ളി ഇടുന്ന കമന്റുകൾ ഞാൻ പിൻ ചെയ്ത് വെക്കാറുണ്ട്, എല്ലാവരും കാണട്ടെ എന്ന് വെച്ചിട്ട്. കാരണം കാണണം. പണ്ടൊക്കെ ഞങ്ങൾ ഇഷ്ടംപോലെ കമന്റുകൾ ഡിലീറ്റ് ചെയ്യുമായിരുന്നു. ഇത് ആക്ച്വലി 1-2 വർഷമായിട്ട് ഇതേ വ്യക്തി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതലായി 7 years കല്യാണം കഴിഞ്ഞിട്ട് 7 years ഇതേ വ്യക്തി തന്നെയാണ് ചെയ്യുന്നത്. ഇതേ വ്യക്തിയാണ്, ഇതേ ഭാഷയാണ്, ഇതേ ഭാഷ. ഇവൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാല് ഇവൻ എല്ലാ ദിവസവും പുതിയ ഇമെയിൽ, ഇവനാണോ ഇവളാണോ എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യേണ്ടിയിരിക്കുന്നു. ആരാണെങ്കിലും എല്ലാ ദിവസവും രാവിലെ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കും. എന്നിട്ട് ആദ്യം നമുക്കൊരു മെയിൽ അയക്കും. എന്നിട്ട് അതിനകത്ത് കുറെ CC ഉണ്ടാവും. ഈ CC വെക്കുന്ന ടീമുകൾ ഞാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ടീമുകൾക്കും CC അയക്കും. അതായത് ഇന്ന് ഞങ്ങൾ എടുത്ത വീഡിയോ സലീഷേട്ടന്റെ കൂടെയുള്ള വീഡിയോ ആണെങ്കിൽ സലീഷേട്ടന്റെ സലീഷേട്ടനുള്ള മെയില് മുതലാളിക്ക് SR ജംഗിൾ റിസോർട്ടിന്റെ അങ്ങനെ പല ആൾക്കാർക്ക് എത്രയൊക്കെ ഉണ്ടോ അതിനെല്ലാം നിതിൻ ഗഡ്കരിക്ക് വരെ മെയിൽ അതെ നിതിൻ ഗഡ്കരി NHA നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പറയാം. അപ്പൊ നിലവിൽ ഇപ്പൊ ഞാനൊരു കുറച്ച് 10-15 ഇമെയിൽസ് ഭയങ്കര വിവരമുള്ളവനാ, ഭയങ്കര മിടുക്കനാ. ഇവന്റെ ഇമെയിലിന്റെ ക്യാപ്ഷൻസ് ഒക്കെ പറയണം. അതായത് എൻക്വയറി റിഗാർഡിംഗ് പെറ്റ്സ് എന്താന്ന് ഞാൻ വഴിയെ പറയാം. എലിഫന്റ് റമ്മേജ്, ഫാറ്റി ശ്വേത ഭക്തൻ, എൻഡോക്രൈൻ ഡിസ്റപ്റ്റേഴ്സ്, ഫ്രോഡ് ഭക്തൻ, പിന്നെ ഫാറ്റി ശ്വേത ഭക്തൻ, ഫ്രോഡ്സ്റ്റർ ഭക്തൻ, ഫ്രോഡ് കക്കൂസ ഭക്തൻ, തടിച്ചി, ഫ്രോഡ് ഭക്തൻ, ഫാറ്റി വൈഫ്, ഫാറ്റി പ്രാക്ക് വൈഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഇമെയിലിൻ്റെ ടൈറ്റിൽസ് പോകുന്നത്. അപ്പോൾ April 18 നമുക്ക് വന്നൊരു ഇമെയിലാണ്. We would be interested in getting a new flat at National Kingdom Kochi provided pets are allowed എന്ന് പറഞ്ഞുകൊണ്ടാണ് നാഷണൽ കിങ്ഡത്തെ അഡ്രസ് ചെയ്തിട്ടാണ് അയാൾ മെയിൽ അയച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഫ്ലാറ്റിന്. It looks like a flat owner by name Sujit Bhaktan has housed an elephant by name Shweta as shown in his house. Probably is it okay to keep pets? Please confirm എന്ന് ചോദിച്ചോണ്ട്. അത് ഇവർക്ക് അറിയണ ഒരു നല്ലോണം അറിയണ ആരെങ്കിലും ഒന്ന് 100% ഉറപ്പാ. കാരണം അത്രയും അസൂയും കുശുമ്പും ഉള്ളിൽ കിടന്നേ കളിക്കുന്ന ടീമാണ്. കാര്യം പറയട്ടെ, ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ഞാൻ പറയുന്നു, ഞാൻ ഉറപ്പ് വരുന്നു ഇവരാരെയും അറിയുന്നതോ കണക്ട് ചെയ്തൊരു വ്യക്തിയല്ല. ഇത് സോഷ്യൽ മീഡിയയില് നടക്കുന്ന ഒരു സൈക്കോ ആണിത്. ഇവൻ കുറച്ച് കാലം മുമ്പ് തന്നെ കാണാൻ തുടങ്ങി. ഇപ്പൊ ഇവൻ ടാർഗറ്റ് ചെയ്ത ആളുകൾ നോക്കണം. സുജിത് ഭക്തൻ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ മലയാളികള് ഇഷ്ടപ്പെടുന്ന, അതായത് കുറെ വർഷങ്ങളായിട്ട് കാണുന്ന ഒരു മുഖവും, അതായത് സോഷ്യൽ മീഡിയയോട് ആളുകൾ ഇങ്ങനെ കുറച്ച് ആ ഒരു ട്രെൻഡ് തുടങ്ങുമ്പോ ട്രെൻഡ് കൊണ്ടുവന്ന ആളുകളുടെ കൂട്ടത്തിലുള്ള കുറെ ആൾക്കാരാണ്. FRK ആണെങ്കിലും സുജിത് ഭക്തൻ ഒരു ടൈം ഉണ്ട് അവൻ മാറ്റും, പ്രൊഫൈല് മാറ്റും, ID മാറ്റും. ഒരു 2019-18 ആ ഒരു ടൈം ഉണ്ടല്ലോ, ഒരു തുടക്ക ടൈം ഉണ്ടല്ലോ ഇവരിതൊക്കെ. ആ ടൈം മുതലാണ് ഇവര് ഈ ചങ്ങാതി ഇവരെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നത്. സോ ഇവൻ
അത് വിട്ട് വേറൊരു ടാർഗറ്റിലേക്ക് പോകുന്നത് കുറച്ച് കുറവാണ്. ഇവൻ ഇതുമ്മ തന്നെ പിടിച്ചോണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ ഇവൻ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇവനിങ്ങനെ ഇവരെ പരിചയം ഉണ്ടായിട്ടൊന്നുമില്ല, സോഷ്യൽ മീഡിയയിലുള്ള പരിചയമാണ്, വീഡിയോ കണ്ടുള്ള പരിചയമാണ്. അങ്ങനെയാണ് അതൊക്കെ വരും ദിവസം അങ്ങനെയാണ് അങ്ങനത്തെ ഒരു ഇവനോ ഇവളോ ആണ്. മനസ്സിലായോ? ഇവനോ ഇവളോ ആണ്. അങ്ങനെയുള്ള ആൾക്കാർ ഇവനോ ഇവളോ ആണ്. എനിക്കറിയില്ലേ, ഇവനോ ഇവളോ ആണ്. അപ്പൊ ഇത് അവർക്ക് ഇങ്ങനെ ഒരു സമാധാനം കിട്ടുമല്ലോ. അതായത് ഇപ്പോ ഞാൻ പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാല് ചില ആളുകൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു പരിപാടി നടക്കില്ല. ഒരാണാണെങ്കിൽ ഒരാണിന് ആവശ്യമായിട്ടുള്ള സ്ത്രീകളോടുള്ള പരിപാടികൾ പോലും നടക്കാത്ത ഒരവസ്ഥയും, കുനിഞ്ഞിരുന്നിട്ട് എന്താ മോനെ പൊങ്ങാത്തേന്ന് ചോദിച്ചാൽ വരെ ഒന്നും നടക്കാത്ത ആൾക്കാരായിരിക്കും. മനസ്സിലായോ? അത്രയും ഗതികെട്ട അവസ്ഥയിൽ മൂത്തിരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ ഈ കഴപ്പ് എവിടെയെങ്കിലും തീരണ്ടേ? 10 പറഞ്ഞ് മറ്റോനങ്ങോട്ട് പറയുമ്പോഴത്തേക്കും സ്വന്തം കുറ്റങ്ങൾ എന്താണ് അവിടെ കവറപ്പായിട്ട് ചിലവർക്ക് അങ്ങനെ 10 പറയും. കാരണം സ്വന്തം കുറ്റങ്ങളൊന്നും ഇല്ലാതെ ബാക്കിയുള്ളവർ കുറ്റം പറഞ്ഞിട്ട് സ്വന്തം കുറ്റങ്ങളാണ് മൊത്തം, സ്വന്തം പ്രശ്നങ്ങളാണ് മൊത്തം. പക്ഷെ അത് കവറപ്പ് ചെയ്യാൻ ബാക്കിയുള്ളവരെ പോയിട്ട് ആ കുറ്റങ്ങൾ അങ്ങോട്ട് ബാക്കിയുള്ളവന്റെ തലയിൽ വെച്ചിട്ട് അവനെ അങ്ങോട്ട് 10 പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സമാധാനം കിട്ടി എന്നുള്ള രീതിക്ക് പോകുന്ന ഒരു തരം ലോക ഗജ ഫ്രോഡ്. ഫ്രോഡ് നന്നല്ല വിളിക്കണ്ട, അപ്പുറം വിളിക്കാൻ വല്ല വാക്കുണ്ടെങ്കിൽ അതിന് വിളിക്കേണ്ടി വരും. എന്തൊക്കെ പറഞ്ഞാണ് പറയേണ്ടത്. ഞാൻ ഫ്രോഡും ഒതുക്കി നേരിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മൂക്കിടിച്ച് വരുത്താം. വിത്ത് സുജിത് ഭക്തൻ, പ്ലീസ് കോൾ മീ ഓൾസോ. പഞ്ച് കൊടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇത് നല്ലത് നമുക്ക് വീട്ടിൽ നിന്നേ നമ്മളെ ഹൾക്കിനെയോ ആക്സിഡന്റ് ഓനെ കൊണ്ടുപോയി ഹൾക്കിനെ ആരെങ്കിലും കൊണ്ടുപോയിട്ട് നമ്മൾ ഇടിച്ചാലാണല്ലോ പ്രശ്നം. അയച്ചു വിട്ടിട്ട് മോനെ ആ സാമാനം കടിച്ചിട്ട് പറിച്ചിട്ട് വാടാന്ന് പറഞ്ഞു സാധനം കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുമോ? നോട്ട് ദ പോയിന്റ്. അങ്ങനെയുണ്ട്. എന്നാലും വേറെ പല സാമാനം കാണുമല്ലോ, ഏതെങ്കിലും ഒന്ന് കടിച്ചു കൊടുന്നാ പോരെ. നമ്മളെ അക്കന്മാരല്ലേ കടിക്കാൻ ബെസ്റ്റ്, വട്ടം കടിച്ചോളും. അത്ര അത് ഒരു മെയില് അത് എന്താ ocfrk@gmail.com എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിൽ ഐ ഡി ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നാഷണൽ ബിൽഡേഴ്സിന് അയച്ചിട്ടുണ്ട്, നാഷണൽ ബിൽഡേഴ്സ് മുംബൈ അയച്ചിട്ടുണ്ട്, സ്റ്റഡി ലിങ്ക്സിന് ടാഗ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഇമെയിൽ ഐ ഡിക്കും ശ്വേതയുടെ മെയിൽ ഐ ഡിക്കും അയച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ 2 മെയിൽ. അതിനുശേഷം ഏപ്രിൽ 20 2 ദിവസം കഴിഞ്ഞിട്ട് എലിഫന്റ് റംബേജ്. അപ്പൊ നമ്മള് ആനക്കട്ടിയിൽ റിസോർട്ടിൽ പോയിട്ടൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പൊ അതാണ് സംഭവം. അപ്പം സെയിം ഇമെയിൽ ഐ ഡിയിൽ നിന്നും ഇവൻ അയച്ചു SR ജംഗിൾ റിസോർട്ട്, info@SR ജംഗിൾ റിസോർട്ട്, booking@SR ജംഗിൾ റിസോർട്ട്. പിന്നെ എനിക്ക് സിംഗപ്പൂരിലുള്ള എന്റെ ഫ്രണ്ട് ടോണിച്ചായന്, ഫാസിൽ ബ്രോന്, സുനീർ ക്യാൻഡിക്ക്, പിന്നെ മലബാർ ഗ്രൂപ്പിന് അയച്ചിട്ടുണ്ട്. മലബാർ ഗോൾഡിന്റെ അവർക്ക് അയച്ചേക്കുന്നു. റിബൽ സിറ്റി ഡിസ്റ്റിലറി അങ്ങ് അയർലൻഡിലുള്ള മറ്റേ ചേച്ചി ഭാഗ്യ ചേച്ചിക്ക് അയച്ചിരിക്കുന്നു. ടേസ്റ്റ് നിബിൾസിന്റെ ആൾക്കാർക്ക് അയച്ചിരിക്കുന്നു. എന്നിട്ട് ചോദിച്ചിരിക്കുക, ഈസ് യുവർ റിസോർട്ട് സേഫ് ഫോർ സ്റ്റേയിങ്? ലാസ്റ്റ് ഡേ വി ഹേർഡ് an elephant by name ശ്വേത ഭക്തൻ rummaged into your resort, ate everything you had in the resort, leaving everyone without food for decades, and then put feces everywhere, farted all around the place along with burping എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ മെയിൽ അയച്ചിരിക്കുന്നു. ആൻഡ് ഹൗ മച്ച് ഡിഡ് ദ ചീപ്പ് ഗൈ സുജിത് ഭക്തൻ പേ ടു ഗെറ്റ് ഹിസ് ബുക്ക് റിട്ടൺ ആൻഡ് ഹൂ റോട്ട് ദ ബുക്ക് ഫോർ ഹിം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ ഒരു സംഭവം ഇവൻ അയച്ചേക്കാണ്. എൻ്റെ ഭാര്യയുടെ ഒരു ഫോട്ടോ അതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ആൻ ഇൻസൾട്ട്. ഓക്കെ. അടുത്ത മെയില് ഫാറ്റി ശ്വേത ഭക്തൻ. എൻ്റെ ഫ്രണ്ട് ജോമോൻ എന്ന് പറഞ്ഞ ഷെഫ് ലണ്ടനിൽ ഇവിടെ വന്നായിരുന്നു. അപ്പോൾ അവൻ അത് കണ്ടിട്ട് നെക്സ്റ്റ് ഡേ ഉണ്ടാക്കിയ മെയിലാ ഏപ്രിൽ 27 തമ്പുരാൻ jomon@gmail.com. എന്നിട്ട് അവൻ അത് ഇതേപോലെ ആളുകൾക്ക് അയച്ചേക്കുക. എന്നിട്ട് സഹീർ ഭായി, ഹാരിസ് സമീർ അലി, ബൈജുവൻ നായർ, പിന്നെ കോണ്ടാക്ട് ഓട്ടോബയോഗ്രഫി, പിന്നെ ഈബുൾ ജെറ്റ്, അങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മളോട് വളരെ സ്നേഹത്തിലുള്ള നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആൾക്കാരൊക്കെ അവർക്ക് കിട്ടുന്ന മെയിലുകളെ പറ്റിയൊക്കെ എന്നോട് ഇൻഫോം ചെയ്യാറുണ്ട്. ബാക്കിയുള്ള ആൾക്കാരൊന്നും പറയാറൊന്നുമില്ല, കാരണം അവർക്ക് ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അവരെഴുതിയിരിക്കുന്നത്, നിങ്ങളൊക്കെ ഈ പരനാറി ഭക്തനെ എങ്ങനെ സഹിക്കുന്നു? ഈബുൾ ജെറ്റിനെ, അടുത്തൊരു വാക്ക് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ പറയാം, ഈബുൾ ജെറ്റിനെ ഊമ്പിച്ചു പറ്റിച്ചു മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം കാണിച്ചു. ഞാനോ ചെയ്തോ? അതിൻ്റെയൊക്കെ സത്യാവസ്ഥ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതും പോരാത്തതിന് ഇവന്റെ പൊണ്ണത്തടിച്ച് കുള്ളത്തി ഭാര്യ ഇന്റർവ്യൂവിൽ വന്ന് ഈ ബുള്ളിനെ പ്രാഗി തമ്മിലടിപ്പിക്കുകയും ഏഷണി പരദൂഷണിയാണ് ഇവന്റെ മെയിൻ. വിശ്വാസവഞ്ചകൻ, തരം കിട്ടിയാൽ പറ്റിക്കാൻ നടക്കുന്നവൻ,
അങ്ങനെ കുറെ എന്നെ പറ്റി കുറെ എഴുതിയിരിക്കുന്നു. എന്നെ പറ്റി നീ എന്തുകൊണ്ട് എഴുതിക്കോ, എന്റെ ഭാര്യനും എന്റെ ഫാമിലിയെ പറ്റി നീ എഴുതരുത്, എന്നെ പറ്റി നീ എന്താണെന്ന് വെച്ചാൽ എഴുതിക്കോ, നീ ആരോട് എന്ത് വേണം പറഞ്ഞോ, നീ എന്ത് വേണം ചെയ്തോ, പക്ഷെ എന്റെ ഫാമിലിയെ പറ്റി പറയുന്നത് എനിക്ക് ഒരു റൈറ്റ്സും ഇല്ല. യു ഡോണ്ട് ഹാവ് എനി റൈറ്റ്സ്. ഈ മറ്റേ ഫുണ്ട മോനുണ്ടല്ലോ ഇത് എഴുതണ, എനിക്ക് ഉറപ്പാണ് ഈ മോനോ മോളോ, ഞാൻ ഒരു കാര്യം എന്നോട് ഉറപ്പ് പറയാ, ഇന്നുണ്ടാക്കുവോ പ്ലീസ്, ഞാനൊരു അപരാധി പുറത്ത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ആദ്യം എന്റെ തന്തയ്ക്കൊരു മെയിൽ അയച്ചിട്ടുണ്ട്. മനസ്സിലായോ? പിന്നെ തള്ളക്കൊരു മെയിൽ അയച്ചിട്ടുണ്ടാവും. അപ്പൊ തന്തിയും തള്ളിയും മെയിൽ കിട്ടിയപ്പോ ഒരു അപരാധി കഴിവേറി എന്റെ വയറ്റിൽ കിടക്കുന്നുണ്ട്, ഞാനൊന്ന് ഇവരെ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് റൂമിൽ കയറി ഉണ്ടാക്കാൻ നേരത്തെ ഇവരെ അയച്ചിട്ടുണ്ടാവും ഒരു മെയിൽ. എങ്ങനെ പൊന്നപ്പ ഇങ്ങനെ പണ്ണണം എന്നാലേ എന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? എനിക്ക് ഇത്രയെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഈ മകനോടോ മകളോടോ എനിക്കിത് പറയണം. പൊട്ടനാണോ അതിസാമർത്ഥ്യക്കാരനാണോ അറിയില്ല, ഇവനോ ഇവളോ ഇവനോ ഇവളോ. കാരണം എന്താ വെച്ചാൽ എല്ലാം CC ഒട്ടിക്കുന്നത്, ഒന്നും BCC അല്ല. BCC ആകുമ്പോ ഇവര് കാണില്ല, അപ്പൊ CC ആണെങ്കിൽ ഇവർ കാണും ആർക്കൊക്കെ അയച്ചു എന്നുള്ളത്. അപ്പൊ BCC ഇടാതെയാണ് കൊടുത്തത്. BCC ആണെങ്കിൽ കുറച്ചും കൂടി ബുദ്ധിയുള്ളവരാന്ന് മനസ്സിലായിരുന്നു. കാരണം BCC ഇട്ട് ഇവർക്ക് അറിയണ്ടായിരുന്നില്ല ആർക്കൊക്കെ അയച്ചു എന്നുള്ളത്. നല്ല ബുദ്ധിയുള്ള ഇവനോ ഇവളോ തന്നെ, അല്ലെങ്കിൽ ഇവര് CC കണ്ടിട്ട് ഇവർക്കൊക്കെ അയച്ചു എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിട്ടാണ്. നല്ല ബുദ്ധിയുള്ള ഇവനോ ഇവളോ തന്നെയാണ്. നല്ല ബുദ്ധിയുണ്ട്, ബുദ്ധി നന്നായിട്ടുണ്ട്. ബുദ്ധിക്ക് ഓരോ കുറവുള്ള, ബുദ്ധി കൂടിയാലേ ഉള്ളൂ, അറിയോ? ബുദ്ധി കൂടിയാലേ ഉള്ളൂ. പിന്നെ പല കാര്യങ്ങളൊക്കെ ചെയ്യും, പലതും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്പർ 1 പേടി തൂറനോ തൂറിയോ ആണ്. മനസ്സിലായോ? എങ്ങനെയാണ് ശ്വേതനെ കളി എല്ലാത്തിലും ശ്വേത അവന്റെ ഒരു മെയിൻ ടാർഗറ്റ് ആണ്. എന്റെ ബലമായ സംശയം ഇതൊരു സ്ത്രീ ആണെന്നാണ്. ആരാണേലും കാരണം എന്റെ ബലമായ സംശയം ഇതൊരു സ്ത്രീ ആണെന്നാണ്. ജെയിംസ് ജിബൂട്ടി എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു മെയിൽ ഐ ഡി ആണ് ഇവൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഇവന്റെ ഒരു ഇമെയിൽ ഐ ഡി കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇവൻ യൂസ് ചെയ്ത ഒരു സംഭവം നമ്മൾ തപ്പിപ്പിടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അത് സൈബർ സെല്ലിലെ ആൾക്കാർ എനിക്ക് എടുത്ത് തന്നിട്ടുണ്ട് ആ സാധനം. അത് വെച്ച് നിന്നെ ഞങ്ങൾ പൂട്ടും, അത് വെച്ച് നിന്നെ ഞങ്ങൾ പിടിക്കും. അടുത്തത് സന്തോഷ് ജോർജ് ഉള്ളങ്ങരയ്ക്ക് അയച്ച മെയിലാണ്. ഇത്തുൽ കണ്ണി ഭക്തൻ എന്നും പറഞ്ഞുകൊണ്ടൊരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കിയിട്ട് അദ്ദേഹം ഇതേപോലെ തന്നെ നമ്മൾ എന്താ പറയാ, നമ്മളെ പറ്റി കുറെ കാര്യങ്ങളും പിന്നെ അങ്ങനെ ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്, അതായത് ഇവൻ നമ്മുടെ പണ്ട് മുതലേ നമ്മളെ അടുത്തറിയാവുന്ന, നമ്മളെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന, നമ്മുടെ എല്ലാ വീഡിയോസും ഒന്നും വിടാതെ കാണുന്ന ഒരു വ്യക്തിയാണ്. മനസ്സിലായില്ലേ? അത്രയും അടുത്ത ഒരു വ്യക്തിയാണ് ഇവൻ. എന്നിട്ട് സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് അയച്ച മെയിലിലും ഈ പറഞ്ഞ പോലെ കുറേ സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. സോ ഇത് ഞാനോ ശ്വേതയോ എൻ്റെ കുടുംബമോ മാത്രം ഫേസ് ചെയ്യുന്ന ഒരു സംഭവമല്ല. ഇത് കോമൺ ഫേസ് ബൈ എവരിബഡി ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരു പരിധി വരെ ആൾക്കാർ ശ്രമിക്കും. പിന്നെ സത്യം പറഞ്ഞാൽ ഞങ്ങളും ഇതെന്തോ വ്യക്തിപരാഗമുള്ള പോലെ. എനിക്കറിയണം അയാൾക്ക് എന്താ എന്നോട് ഇത്രയും ഇതെന്ന്. അയാളുടെ ഔദാര്യത്തിലാണ് കൈ കിട്ടിയാൽ അത് എവിടെയാണേലും ഞാൻ നിനക്ക് നിന്നെ വന്ന് തല്ലിയിരിക്കും. അത് എന്ത് നീ ചെയ്താലും നിന്നെ ഞാൻ തല്ലിയിരിക്കും. എനിക്ക് നീ തല്ലി ഞാൻ ജയിലിൽ പോയി കിടന്നാലും എനിക്ക് ഒരു കോപ്പും ഇല്ല എന്ന് ഞാൻ പറയാണ്. അത് ഉറപ്പായിട്ട് ഞാൻ തല്ലിയിരിക്കും, നിന്നെ എന്തെങ്കിലും ചെയ്തിരിക്കും. അത് നീ നോക്കി വെച്ചോ, ഊന്നി വെച്ചോ നീ. അത് ഐ വിൽ നോട്ട് ഹിറ്റ് യു. പ്രോബബ്ലി ഒരു അടി എന്റെ കയ്യിൽ നിന്ന് ചിലപ്പോ കരുണക്കുട്ടിക്ക് വീണും. പക്ഷെ എന്റെ ആഗ്രഹം അവൻ ചോദിക്കും എന്റെ കൈ എന്നെ മാങ്ങ പറിക്കാൻ പോകുമെന്ന്. എന്റെ കൈ മാങ്ങ പറിക്കാൻ പോകും, തേങ്ങ പറിക്കാൻ പോകുന്നൊക്കെ നമുക്ക് അന്നേരം നോക്കാം. അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈ നാറുന്നല്ലാതെ അതുകൊണ്ട് വലിയ കാര്യം ഉണ്ടാവുന്നില്ല. അത് കുഴപ്പമില്ല, കൈ നമ്മുടെ കൈ നാറും. അതാണ് ക്ലോസറ്റിൽ കൈയിട്ടു ഞാൻ വിചാരിച്ചു. ഞാനൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളൂ, തീട്ടം പിടിച്ച് ഞെക്കി ഞാൻ വിചാരിച്ചു. ഇനിയിപ്പോ എന്താ ഇമാതിരി തീട്ടങ്ങളായിട്ട്. എന്തായാലും സോഷ്യൽ മീഡിയയിലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കി ജീവിതത്തിൽ നടക്കുന്നുണ്ട്. അത് ഇവിടെ ഒന്നില്ലെങ്കിൽ ഇവൻ കിടപ്പായിരിക്കും, ഇവന് വേറൊരു അതാ ഞാൻ പറയാൻ പാടില്ല. ഇവനോ ഇവളോ കിടപ്പായിരിക്കും. ഓക്കെ, എന്തെങ്കിലും ആയിരിക്കും, കിടപ്പായിരിക്കും. അപ്പൊ ഇവനോ ഇവക്കോ അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ കാണും. അപ്പൊ ഇവനോ ഇവളോ ചിലപ്പോ അതിന് ആയിരിക്കും. പിന്നെ ഇവനോ ഇവക്കോ ഒരു പാരന്റ്സ് കാണുമല്ലോ, അവരിതിന് നല്ല മോട്ടിവേഷനും ആയിരിക്കും. വിത്ത് ഗുണം 10. മുന്നിൽ കണ്ണൊക്കെ ചിലപ്പോ ടൈപ്പ് തയ്ക്കുന്നു. അതെ, അങ്ങനത്തെ അങ്ങനെ ഒരു കാര്യമുണ്ട് സ്വന്തം ലൈഫില്. മുന്നിൽ കണ്ട കാര്യങ്ങളോ പറയാൻ തോന്നില്ല, അതാണ് ഒന്നും മിണ്ടാത്തത്. എങ്ങനെ മക്കള് വരൂ അങ്ങനെയൊക്കെ ആയിരിക്കും. ഇപ്പൊ എന്താണെങ്കിലും ഇന്ന് ഷെഫ് പിള്ളേന്റെ ഒരു വീഡിയോ സുജിത് ഭക്ത ഇട്ടേലും ഇവൻ ഇവട്ടുണ്ട് സാധനം ഇട്ടുണ്ട്. അപ്പൊ അതിന് സുജിത് ഭക്തൻ തിരിച്ചൊരു മറുപടിയും കൊടുത്തിട്ടുണ്ട്.
ഓക്കെ. പക്ഷെ ഇതിൽ കൃത്യമായിട്ട് എന്താ ചെയ്തില്ല, എല്ലാം എടുത്തിട്ടുണ്ട്, എല്ലാ സംഗതി എടുത്തിട്ടുണ്ട്, എല്ലാ സാധനം സെറ്റ് ആക്കിയിട്ടുണ്ട്, ശരിയാക്കി തരാന്നുള്ള സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയ ആണ്, നമുക്ക് പല രീതിയിലുള്ള കമന്റിങ് വരും, നമുക്കെതിരെ ടാർഗറ്റിങ് ഒക്കെ നടക്കും, PR വർക്ക് എല്ലാം നടക്കൂടെ. പക്ഷെ ഒരു ലിമിറ്റ് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വർഷങ്ങളായിട്ട് ഇങ്ങനെ പിന്നാലെ നടന്ന് ഹോണ്ട് ചെയ്യാണ്, നമ്മളെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് പണിയാൻ നോക്കി കഴിഞ്ഞാൽ തിരിച്ച് പണി കൊടുക്കുക എന്നുള്ളതാണ്. അത് ചെയ്യാൻ പറ്റും. അതും ഞാൻ പറഞ്ഞല്ലോ, നിയമപരമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത ഇതേപോലുള്ള ഫ്രോഡോളികളാണെന്നുണ്ടെങ്കിൽ കൈ കിട്ടിയ 2 പൊട്ടിച്ചിട്ട് അകത്ത് പോയാലും സമാധാനം. ഓക്കെ. എന്താണെങ്കിലും ഈ മുത്തുമണിയെ നമുക്ക് അധികം വൈകാതെ തന്നെ കിട്ടും എന്നുള്ള പ്രതീക്ഷ. കാണുമോ? അല്ല, കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുള്ളൂ ഈ മുത്തുമണീനെ. കാരണം എന്താ അറിയോ, കേരള പോലീസിന് ഇച്ചിരിയെങ്കിലും കേരള പോലീസിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലേ ഇറങ്ങി പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കണേ. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഒരു സൈബർ സ്ഥലത്ത് ഒരു ദിവസം ലക്ഷങ്ങളോളം വലിയ കേസുകളാണ് വരിക. അല്ല, ഇതിപ്പോ മന്ത്രി പിണറായി വിജയന്റെയോ അതാണ് ഹൈ പ്രൊഫൈലിലാണ് അവരെല്ലാരും ഫസ്റ്റ് എന്തായാലും നോക്കുന്നുണ്ടാവുള്ളൂ, ഉറപ്പാണ്. അപ്പൊ പിന്നെ അത്രയും കേസുകൾ വരുമ്പോ ഇതിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ ഇനിയിപ്പോ ഇത് ഇത്രയും വലിയ സംഭവമായിട്ട് ഇപ്പൊ നോക്കും, അത്രയും വലിയ യൂട്യൂബ് വീഡിയോസ് ഒക്കെ വരുന്നോണ്ട് ഇപ്പൊ നോക്കും. പക്ഷെ നമ്മളിപ്പോ ഞാനിപ്പോ സപ്പോസ് നാളൊരു കേസ് എന്റെ ആരും നോക്കില്ല, അത് ഉറപ്പുള്ള കാര്യം. ഇല്ല, നോക്കില്ല. എന്റെ ഏട്ടൻ സൈബറിലല്ല, എന്റെ ഏട്ടൻ നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. അപ്പൊ അതാണ് സംഭവം. അപ്പൊ ഓരോന്നും പറയാനില്ലല്ലേ. ശരി, ഞാൻ ഈ കമന്റ്സ് പറയുമ്പോൾ എനിക്ക് താല്പര്യമില്ലാന്നറിയോ, ഇവരെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നല്ല നല്ല കമന്റ്സും അല്ലെങ്കിൽ മോശം ഒക്കെ ഇട്ട ഒരു കുഴപ്പമില്ല. പക്ഷെ പച്ചവരാതം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതേ അപരാധം പറയാനുള്ള അല്ല, ഇതാ പറഞ്ഞത്, എല്ലാവർക്കും നാക്കുണ്ട്, എല്ലാവർക്കും കൈയും ടൈപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആരും നമുക്കിതൊന്നും അയ്യോ ഈ വാക്കൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല, ഇതൊന്നും സോഷ്യൽ മീഡിയ നമുക്കൊന്നും പറയാറില്ലെന്ന് ഒരൊറ്റ ആള് വിചാരിക്കും തനി കൂതറ. പക്ഷെ ഞാൻ അങ്ങനെ തെറിയൊന്നും പറയില്ല, കാരണം എനിക്ക് ഈ പറയാറുണ്ട്. അയ്യോ ഇല്ല, എനിക്ക് ഇങ്ങോട്ട് പറയുന്ന ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് എനിക്ക് എന്തായാലും ഉണ്ടാവില്ല. എനിക്ക് എന്റേതായ സ്റ്റാൻഡേർഡ് അതുകൊണ്ട് ഞാനൊന്നും പറയാറില്ല. കാരണം അവർ പറഞ്ഞോട്ടെ, പറയേണ്ടവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കൂ, തുടർന്നുകൊണ്ടേയിരിക്കൂ, തുടരും. 4 ബസ് സ്റ്റാൻഡ് ഉണ്ട്. എനിക്ക് 4 മൾട്ടി സ്റ്റാൻഡാണ്. മറ്റേ ജുനൈസ് സൂപ്പർ സ്റ്റാൻഡ്, മൾട്ടി സ്റ്റാൻഡ്. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ.